നമസ്കാരം. മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കേരള തീരത്ത് തീപിടിച്ച MV വാൻഹായ് 503 കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 2 ജീവനക്കാരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ചൈനീസ് തായ്വാൻ പൗരന്മാർക്ക് 40% പൊള്ളലേറ്റിട്ടുണ്ട്. പുക ശ്വസിച്ച ആരോഗ്യനില വഷളായ 4 പേരും മംഗലാപുരത്തെ AJ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടലിൽ കാണാതായ 4 ജീവനക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. വിവരങ്ങളുമായി അരുൺ പാറക്കൽ മംഗളൂരുവിൽ നിന്നും, സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും, S ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും ചേരുന്നു. ആദ്യം അരുൺ പാറക്കലിലേക്കാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണ്? ശ്വാസകോശത്തിനടക്കം പൊള്ളലേറ്റു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന, റീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 10:45 കൂടിയാണ് ഈ 6 പേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. 40% പൊള്ളലേറ്റ ചൈനീസ് പൗരൻ ലുവൻ ലേ, തായ്വാൻ പൗരൻ സോണിറ്റ്യൂർ ഹെയ്നി എന്നിവരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അവർക്ക് ശ്വാസകോശത്തിൽ ഉൾപ്പെടെ പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മൾ ആദ്യം ആ ദൃശ്യങ്ങളിൽ, അതായത് അവരെ അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കൈക്കും മുഖത്തുമൊക്കെ പൊള്ളലേറ്റ് ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് ഡോക്ടറാണ്, പ്ലാസ്റ്റിക് സർജനാണ് ഈ 35-നും 40-നും ഇടയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. അതീവ ഗുരുതരമായി തുടരുകയാണ്. ICUവിലാണ് ഇവർ 2 പേരും ഉള്ളതെന്ന് പിന്നീട് വ്യക്തമാക്കിയത്. പുക ശ്വസിച്ചാണ് മറ്റ് 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. അവരുടെ ആരോഗ്യനിലയിൽ ഇപ്പോൾ പുരോഗതി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ പേരുവിവരങ്ങൾ ഇങ്ങനെയാണ്. ചൈനീസ് പൗരന്മാരായ സു ഫാബിനോ, ഗുവോ ലെന്നോ എന്നിവരാണ് 2 പേർ. മ്യാൻമാർ പൗരന്മാരായ തൈത്തൻ ഹട്ടെ, ഗൈസ ഹട്ടു എന്നിവരാണ് മറ്റ് 2 പേർ. ഇങ്ങനെ 2 ചൈനീസ് പൗരന്മാരും 2 മ്യാൻമാർ പൗരന്മാരുമാണ് ഈ പുക ശ്വസിച്ച് ആരോഗ്യനില വഷളായി ഇപ്പോൾ AJ ആശുപത്രിയിലുള്ളത്. അങ്ങനെ ആകെ 6 പേർ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുണ്ട്. അതിൽ 2 പേരുടെ ആരോഗ്യനിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട 12 പേരെ അവരെ AJ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരിപ്പോൾ അവിടെയുണ്ട്. അവർക്ക് മറ്റ് പരിക്കുകളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കമ്പനി അധികൃതരും അതുപോലെ തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്ന മെഡിക്കൽ സംഘവും അറിയിച്ചിരുന്നു. എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരച്ചിൽ ഇന്ന് വീണ്ടും ആരംഭിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ആരോഗ്യനില സംബന്ധിച്ച അപ്ഡേഷൻ ഇങ്ങനെയാണ്. ഇനി മറ്റെന്തെങ്കിലും അപ്ഡേഷൻ, അതായത് ഈ മംഗലാപുരം തുറമുഖം കേന്ദ്രീകരിച്ച് ഇനി മറ്റാരെയെങ്കിലും എത്തിച്ചാൽ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും, ഈ ഗ്രൗണ്ടിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുള്ളൂ. ഈ കമ്പനി അധികൃതർ ഈ നിലവിൽ 12 പേരെ മറ്റൊരു ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളും ലഭ്യമാകുന്നില്ല. കാരണം ഈ അവരുടെ നിയമപരമായ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം ലഭ്യമായാൽ അത് അവരുടെ ഇന്റേണൽ എൻക്വയറിയെ ബാധിക്കുമോ എന്നൊരു ആശങ്ക കമ്പനിക്കുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രതികരണത്തിന് മുതിരേണ്ടതില്ല എന്ന് ഈ കപ്പലിലെ ജീവനക്കാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ആരോഗ്യനില സംബന്ധിച്ചാണ് ആശങ്കയുള്ളത്. അതിൽ 2 പേരുടെ ആരോഗ്യനിലയാണ് ഗുരുതരമായി തുടരുന്നത്. ക്രിസ്റ്റീന, റീജിത്ത്. ശരി, അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. 18 ജീവനക്കാരെ മംഗളൂരുവിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ 6 പേർ ചികിത്സയിലുണ്ട്. 2 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം. സമീർ സി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. സമീർ, ഇപ്പോഴും ഈ കപ്പലിലെ തീപിടുത്തം അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. 4 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് സമീർ സി മുഹമ്മദ്? മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനവുമായിക്കൊണ്ട് കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ നാവികസേനയും മുന്നോട്ട് പോകുന്നു. കോസ്റ്റ് ഗാർഡിൻ്റെ 6 ഷിപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുപോലെ നാവികസേനയുടെ INS സൂറത്ത് ഉൾപ്പെടെയുള്ള കപ്പലുകളും അവിടേക്ക് എത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. തീ പൂർണ്ണമായും വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ അരികിലെത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അസാധ്യമാണ്. മാത്രമല്ല അതിൽ കത്താനുള്ള സാധ്യതയുള്ള വസ്തുക്കളുണ്ട്. അതുപോലെ തന്നെ തീപിടുത്തത്തിന് ഒപ്പം തന്നെ വലിയ സ്ഫോടനത്തിനുള്ള സാധ്യത കൂടി കാണുന്നു. അതുകൊണ്ട് തന്നെ വളരെ അടുത്ത് ചെന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോഴും അസാധ്യമായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. മാത്രമല്ല വെള്ളത്തിൽ വീണാൽ പോലും കത്തുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള രാസവസ്തുക്കൾ ഉൾപ്പെടുന്നതാണ് ഈ കണ്ടെയ്നറുകൾ എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ വിവിധ കാറ്റഗറിയിൽപ്പെടുന്ന ഇത്തരം കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് അടുത്തെത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തന പ്രവർത്തികളെല്ലാം തന്നെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് 18 പേരെ ഇന്നലെ മംഗലാപുരത്ത് എത്തിക്കാൻ കഴിഞ്ഞത്. അതിൽ 4 പേരുടെ നില പുക ശ്വസിച്ചതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മറ്റ് 2 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. അവർ ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയുമാണ്. ഇനി 4 പേരെയാണ് കണ്ടെത്താനുള്ളത്. അവർക്കായുള്ള
എയർക്രാഫ്റ്റിൻ്റെ കൂടെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിൽ തുടരുകയുമാണ്. ഇത്രയേറെ സമയമായിരിക്കുന്നു അവരെ കാണാതായിട്ട്. അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. നിലവിൽ അവർ കപ്പലിലുണ്ടോ എന്ന് പോലും ഒരു വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അവർ കടലിൽ ചാടിയതിനു ശേഷം കടലിൽ ചാടിയിട്ടുണ്ടാവാം, അങ്ങനെ അവർ തീരപ്പെടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ തീരമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ ഈ ജില്ലയിൽ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും തീരമേഖലയോട് ചേർന്ന് കിടക്കുന്ന പോലീസ് സ്റ്റേഷനുകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഫയർഫോഴ്സിനും അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള തിരച്ചിൽ അവരുടെ ഭാഗത്തുനിന്ന് കൂടി നടക്കുന്നുമുണ്ട്. ഏതായാലും ഈ 4 പേരെ കൂടെ കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള തിരച്ചിലും ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെയും അതുപോലെ തന്നെ നാവികസേനയുടെയും ഭാഗത്തുനിന്ന് നടന്നു വരുന്നു. കൂടാതെ തദ്ദേശീയമായി കൊണ്ട് പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ അത്തരത്തിലുള്ള തിരച്ചിലുകളും ആരംഭിച്ചിട്ടുണ്ട്. റിജിത്ത്, ക്രിസ്റ്റീന. കാണാതായ ജീവനക്കാർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് നൽകിയത്. ശ്യാംകുമാർ കുടിച്ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഗുഡ് മോർണിംഗ്. നമുക്ക് അത്ര പരിചിതമില്ലാത്ത ഒരു ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ പരിചിതമല്ലാത്ത ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ 2 കപ്പലപകടങ്ങൾ. അപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഏത് തരത്തിലാണ് നമ്മൾ ഈ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്? ഗുഡ് മോർണിംഗ്. ഇതിൽ നേവിയും കോസ്റ്റ് ഗാർഡും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് കണ്ടെയ്നറുകളിലെ തീപിടിക്കുന്ന രാസവസ്തുക്കളാണ് എന്നുള്ളതാണ്. അതായത് കണ്ടെയ്നറുകൾ ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് 2 ഏജൻസികളും പങ്കുവെക്കുന്നത്. ഇതാണ് അടുത്ത് എന്ന് അഗ്നിരക്ഷാ പ്രവർത്തനം നടത്താൻ കോസ്റ്റ് ഗാർഡിനും നേവിക്കും സാധിക്കാത്തതിന്റെ പ്രധാന കാരണം എന്നാണ് ഇന്നലെ രാത്രി വരെ അവർ പങ്കുവച്ച വിവരം. കപ്പലിന്റെ എല്ലാ ഭാഗത്തും തീ പടർന്നിട്ടുണ്ട് എന്ന വിവരവും അവർ പങ്കുവെക്കുന്നുണ്ട്. അന്തരീക്ഷ വായുവുമായി കലർന്നാൽ എളുപ്പത്തിൽ തീപിടിക്കുന്ന രാസവസ്തുക്കൾ കപ്പലിലുണ്ട്, അത് കണ്ടെയ്നറിലുണ്ട് എന്നുള്ളതല്ലാതെ അത് ഏതാണ് എന്ന് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഏതായാലും നേരത്തെ തന്നെ ഈ വിദഗ്ധർ ഇന്നലെ കൊച്ചിയിൽ പറയുന്ന ഒരു സാഹചര്യം പ്രകാരം തീപിടിക്കാൻ സാധ്യതയുള്ള സൾഫർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഈ കപ്പലിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കപ്പലിൽ നേരത്തെ തന്നെ കപ്പലിന്റെ തൊട്ടടുത്തുകൂടി പോകരുത്, കൃത്യമായ അകലം പാലിക്കണമെന്ന് പറയുകയും ക്ലാസ് 3, ക്ലാസ് 4.1, 4.2, 6.1 എന്നീ വിഭാഗങ്ങളിലുള്ള വസ്തുക്കൾ ഉണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത്. ഇതെല്ലാം തീപിടിക്കാനുള്ള സൾഫർ, അലൂമിനിയം പൊടികളുള്ള വസ്തുക്കളാണ് എന്നാണ് ഈ വിദഗ്ധർ നൽകുന്ന കാര്യം. ഏതായാലും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ നിർദ്ദേശപ്രകാരം ഡച്ച്, അതായത് നെതർലൻഡ്സിൽ നിന്നുള്ള ഒരു കമ്പനി കൂടി രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നുണ്ട്. അത് കടലിലേക്ക് രാസവസ്തുക്കളും എണ്ണയും പടരുന്നത് തടയുക എന്നുള്ള ലക്ഷ്യമാണ് അവർക്കും ഉള്ളത്. ആ സംഘം ഇന്ന് എത്തിച്ചേരുമെന്നുള്ളതാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചിരിക്കുന്നത്. ഡച്ച് കമ്പനി നിയോഗിച്ച ഡച്ച് കമ്പനിയായ സ്മിത്ത് സാൽവേജിന്റെ സംഘമാണ് ഇന്ന് അടിയന്തരമായി ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നു. ഇവർ ഈ രംഗത്തെ വിദഗ്ധരാണ്, ആഗോളതലത്തിലെ വിദഗ്ധരാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിലെ വലിയ പ്രതിസന്ധി. അത് കനത്ത ചൂടും പുകയും രാസവസ്തുക്കളുടെ സാന്നിധ്യവുമാണ് കപ്പലുകൾക്ക് ഈ തീപിടിച്ച കപ്പലിന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കാത്തത് എന്ന വിവരം കൂടി നേവിയും കോസ്റ്റ് ഗാർഡും പങ്കുവെക്കുന്നുണ്ട്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷാദൌത്യം ഇപ്പോഴും തുടരുകയാണ്. 4 ജീവനക്കാരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവർക്ക് എന്തുപറ്റി എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി പുതിയ വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ടൊപ്പം തന്നെ ആ കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം അത് സജീവമായി നടക്കുന്നു. അതിന് ഒരുപാട് വെല്ലുവിളികൾ ഈ ഘട്ടത്തിലുണ്ട്. അത് ഈ രാസവസ്തുക്കൾ കണ്ടെയ്നറുകളിലുണ്ട്, അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വെല്ലുവിളികൾ അവിടെ നിൽക്കുന്നു. തീരമേഖലകളിൽ ജാഗ്രത തുടരുന്ന നിലയുണ്ട്. അരുൺ പാറയ്ക്കൽ മംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ 2 വലിയ കപ്പൽ അപകടങ്ങൾ, വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇതിനെ നാവികസേനയൊക്കെ നോക്കിക്കാണുന്നത്? ഇതിൽ ഈ തീയണക്കൽ അടക്കമുള്ള കാര്യങ്ങളിലെ വെല്ലുവിളികൾ, അതിനെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് കാണേണ്ടത് അരുൺ? റിജിത്തെ, പ്രധാനമായും ഈ തീയണയ്ക്കാനുള്ള വെല്ലുവിളികൾ ഇന്നലെ രാത്രിയിൽ നിർത്തിവെക്കാനുള്ള കാരണം വെളിച്ചക്കുറവും അതുപോലെ തന്നെ ഈ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രശ്നവുമുണ്ടായിരുന്നു. അത് വലിയ തോതിലുള്ളൊരു പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. ഹെലികോപ്റ്ററിലൊക്കെ അടുത്തേക്ക് പോകുമ്പോഴേക്കും ഈ കണ്ടെയ്നറിൽ നിന്ന് തീ ആളിപ്പടരുന്നൊരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, ഈ വലിയ രീതിയിലുള്ള പുക പുറത്തേക്ക് വമിക്കുന്നുണ്ട്. ആ പുക കാരണം
കാഴ്ചപരിധി ഉണ്ടാവുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി അങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ തന്നെ 6 കപ്പൽ കോസ്റ്റ് ഗാർഡിൻ്റെ 6 കപ്പലുകൾ ആ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. അർദ്ധരാത്രിയിലൊക്കെ തന്നെ ഈ കപ്പലുകൾ ആ കപ്പലിൻ്റെ, അതായത് ഈ പൊട്ടിത്തെറിയുണ്ടായ കപ്പലിന് ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും തീ അണയ്ക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടായിരുന്നു. INS സത്ലജും അർദ്ധരാത്രിയോട് കൂടി തന്നെ അവിടേക്ക് എത്തി അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ, സജ്ജീകരണങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ ഒരു തരത്തിലും അടുത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായത്. ഇന്ന് രാവിലെയും അതിനുള്ള ശ്രമം, ഇന്ന് പുലർച്ചെ മുതൽ തന്നെ അതിനുള്ള ശ്രമം തുടരുന്നുണ്ട്. ഈ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളും അതുപോലെ തന്നെ INS സത്ലജുമൊക്കെ ആ ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ ഒരു ശുഭകരമായ നീക്കം അത് നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് കാരണം ഈ കപ്പലിൽ നിന്ന് ഈ ഒരു വസ്തുക്കൾ അത് കപ്പലിൽ കണ്ടെയ്നർ പൊട്ടിത്തെറിക്കുന്നുണ്ട്, ഒപ്പം ആളിപ്പടരുന്നൊരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ നേരത്തെ ശ്യാമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടലിൽ ഈ ഒരു എണ്ണമയമുണ്ട്, അത് കടലിലേക്ക് കൂടി തീ ആളിപ്പടരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയൊക്കെ തന്നെ നിലവിലുണ്ട്. എന്തായാലും ഉടൻ തന്നെ ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു ശുഭകരമായ സൂചന ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു തീ അണയ്ക്കാൻ സാധിക്കുമെന്നും അറിയാൻ സാധിക്കുന്നു. നാവികസേനയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡുമൊക്കെ അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഉടൻ തന്നെ അത്തരത്തിലുള്ളൊരു ശുഭകരമായ ഒരു വിവരം നമുക്ക് പുറത്തേക്ക് ലഭിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ആശുപത്രിയിൽ കഴിയുന്നവരും അതുപോലെ തന്നെ കടലിൽ കാണാതായവരെ കുറിച്ചാണ് ഇപ്പോൾ ഏറെ ആശങ്കയുള്ളത്. അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: യുബോഫോങ്, സാൻവിൻ, സൈനൽ ആബിദിൻ, ചിയാവൻ എന്നിങ്ങനെ 4 പേരെയാണ്, ഈ കപ്പൽ ജീവനക്കാരെയാണ് കടലിൽ കാണാതായത്. അവരെ കണ്ടെത്തുക എന്നതുകൂടി പ്രധാനപ്പെട്ട ദൗത്യമാണ്. ആ ദൗത്യം കൂടിയാണ് ഇന്നിപ്പോൾ പുലർച്ചെ മുതൽ ആരംഭിച്ചിരിക്കുന്നത്. അവർ കപ്പലിൽ തന്നെ ഉണ്ടോ അതോ കടലിൽ വീണിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു ആശങ്ക ഇപ്പോഴും തുടരുകയാണ്. ഏതെങ്കിലും രീതിയിൽ കപ്പലിന് അടുത്തെത്താൻ സാധിച്ചാൽ മാത്രമാണ് കപ്പലിൽ അവർ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. തീ ആളിപ്പടരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് വേണം നമുക്ക് അടുത്തേക്ക് എത്താൻ. നാവികസേനയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡുമൊക്കെ അടുത്തേക്ക് എത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. റീജിത്ത്, അരുൺ പാറക്കലാണ് മംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സമീർ സി മുഹമ്മദ് കൂടി ചേരുകയാണ് വീണ്ടും കോഴിക്കോട് നിന്ന്. സമീറെ, MSC എൽസ 3യിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ, അതിൻ്റെ കാര്യങ്ങൾ അതൊന്നും നീക്കി തുടങ്ങിയിട്ടില്ല പൂർണ്ണമായും. അത് ഈ മൺസൂൺ കഴിഞ്ഞതിന് ശേഷമാണ് അത് പൂർണ്ണമായും നീക്കാനാകുന്നതെന്ന് പറയുന്നു. അപ്പോൾ കേരള തീരം ഈ രണ്ടാമത്തെ കപ്പൽ അപകടത്തോടുകൂടി ഒരു ദീർഘകാല പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്ന് പറയുന്നവരുണ്ട്. പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ രീതിയിൽ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കേരള തീരത്ത് നൽകിയിട്ടുള്ളത്? സൂചിപ്പിച്ചതുപോലെ MSC എൽസയിൽ നിന്നുള്ള മാലിന്യങ്ങൾ, അതിൽ പുറത്തു വന്നിട്ടുള്ള വലിയ രീതിയിലുള്ള കെമിക്കൽസ് ഉൾപ്പെടെ ഉണ്ട്. അതെല്ലാം തന്നെ ഒന്ന് മാലിന്യമുക്തമാക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ വാൻഹായ് 503 എന്നുള്ള വലിയ ഒരു ഷിപ്പിൽ നിന്നും ഇത്തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള രാസവസ്തുക്കളൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടാകുന്നത്. നമുക്ക് പരിചിതമില്ലാത്ത വിധത്തിലുള്ള ഒരു മാലിന്യമുക്ത സംവിധാനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് കേരള തീരത്തൊന്നും ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. ഈ തുടർച്ചയായ 2 വലിയ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ ഒരു ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും ഇനി ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നു. സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾ വലിയ ഒരു ആശങ്കപ്പെടുന്ന ഒരു നാളുകളാണ്. അതിൽക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നു. മാത്രമല്ല ചിലയിടങ്ങളിലൊക്കെ മത്സ്യം പിടിക്കുന്നതിനും അതുപോലെ അത് കിട്ടിയ മത്സ്യങ്ങൾ തന്നെ ഉപയോഗിക്കരുത് എന്നുൾപ്പെടെയുള്ള ചില സന്ദേശങ്ങൾ കൂടി പുറത്തു വന്നു. അത്തരത്തിലൊക്കെയുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മത്സ്യസമ്പത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്കുള്ള രാസവസ്തുക്കൾ ഈ കടലിൽ കലരുമോ എന്നുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ കേരള തീരത്ത് വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യമൊന്നും ഇല്ല എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടില്ല എന്നാണ് അറിയിക്കുന്നത്. എന്നിരുന്നാൽ പോലും അത് വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. ഈ എണ്ണ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള രാസവസ്തുക്കളൊക്കെ തന്നെ ഈ കടലിൽ കലരുന്നു. അത് മത്സ്യസമ്പത്തിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. മാത്രമല്ല ഈ ഷിപ്പുകൾ അതുപോലെ തന്നെ മറ്റ് ബോട്ടുകൾ, വള്ളം, അതൊക്കെ തന്നെ വളരെ വേഗത്തിൽ ഈ ഇത്തരത്തിൽ ഈ കടലിൽ ഇങ്ങനെ എണ്ണയും മറ്റുമൊക്കെ കലരുന്ന ഘട്ടമുണ്ടായാൽ തീ പിടിക്കാനുള്ള സാധ്യത ഉൾപ്പെടെ നിലനിൽക്കുന്നു. മാത്രമല്ല ഇനിയിപ്പോൾ കണ്ടെയ്നറുകൾ വിവിധ ഇടങ്ങളിൽ അടിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ഏതൊക്കെ വിധത്തിലുള്ള കെമിക്കൽസ് ആണ് ഉള്ളത് എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഭക്ഷ്യവസ്തുക്കളാവാം, മറ്റു തരത്തിലുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളാവാം. അതിൽ കവിഞ്ഞ്
ഇപ്പോൾ ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തീ പിടിക്കുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായും വലിയ രാസവസ്തുക്കളായിരിക്കും അതിനകത്തുണ്ടാവുക. വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളായിരിക്കും എന്നതിൽ സംശയമില്ല. അത്തരം രാസവസ്തുക്കൾ ഉൾപ്പെടുന്ന കണ്ടെയ്നറുകൾ കൂടി കരയിലേക്ക് അടുക്കുന്ന ഘട്ടമുണ്ടായാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് തീരമേഖലയ്ക്ക് മാത്രമല്ല മറ്റിടങ്ങളിലേക്ക് കൂടി അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന ഒരു നിർദ്ദേശം ഈ തീരമേഖലകളിലുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കുമൊക്കെ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ മേഖലകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള അത്യാഹിത സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണ് എങ്കിൽ ആവശ്യമായിട്ടുള്ള ഫോഴ്സിനെ ഉപയോഗിക്കാനും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്താനുമാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ബേപ്പൂർ തുറമുഖത്ത് നിന്ന് 78 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തീരമേഖലയിലുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസിലും അതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 വസ്തുക്കളും തീരത്തടിയുമോ എന്ന ആശങ്ക കേരള തീരത്തുണ്ട്. അതിന്റെ ഭാഗമായി ജാഗ്രത കേരള തീരത്ത് നിലനിൽക്കുന്നുണ്ട്. കത്തുന്നതും വിഷാംശമടങ്ങിയതുമായ രാസവസ്തുക്കളുള്ള 157 കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉള്ളത്. എന്നാൽ കേരള തീരത്തെ നേരിട്ട് ബാധിക്കുമെന്നതിൽ ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നാവികസേനയുടെ അറിയിപ്പ് ലഭിക്കുന്ന പ്രകാരം തുടർ നടപടി സ്വീകരിക്കാനാണ് സർക്കാർ ആലോചന. കണ്ടെയ്നർ ഉൾപ്പെടെ തീരത്തേക്ക് എത്തുമെന്ന അറിയിപ്പ് ലഭിച്ചാൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. കഴിഞ്ഞ മാസം 24-നാണ് MSC എൽസ 3 എന്ന ഫീഡർ കപ്പൽ മുങ്ങിയത്. ഇത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ഇന്നു മുതൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കും. ശസ്ത്രക്രിയ മാറ്റിവെച്ച രോഗികളെ മുൻ നിശ്ചയിച്ച പ്രകാരം ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകി. ഇന്നു മുതൽ ഉപകരണങ്ങൾ ലഭ്യമാക്കാമെന്ന് അമൃത് ഫാർമസി ഉറപ്പു നൽകി. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും നല്ല വാർത്തയാണ് രാവിലെ വരുന്നത്. ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കാൻ പോകുന്നു. ഉപകരണങ്ങൾ നൽകുന്ന കമ്പനി അത് ലഭ്യമാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾ പറയും. ക്രിസ്റ്റീന, രോഗികളെ സംബന്ധിച്ച് വൈകിയെങ്കിലും ആശ്വാസം നൽകുന്ന വാർത്തയാണ് ശ്രീചിത്രയിൽ നിന്ന് പുറത്തു വരുന്നത്. വലിയ പ്രതിസന്ധി ശ്രീചിത്രയിൽ നിലനിന്നിരുന്നു. പക്ഷേ ഇന്നലെ ഡയറക്ടറുടെയും ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും മറ്റ് വകുപ്പ് മേധാവികളുടെയും അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അടിയന്തരമായി എത്തിക്കാൻ തീരുമാനമായത്. ഇത് HLL-ന് കീഴിലുള്ള അമൃത് ഫാർമസി വഴിയാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ശ്രീചിത്രയിൽ എത്തിക്കുന്നത്. ഇന്ന് രാവിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കാമെന്ന് അമൃത് ഫാർമസി അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ ചേർന്ന യോഗത്തിൽ അമൃത് ഫാർമസി അധികൃതരും ഈ ആശുപത്രിയിലെ തന്നെ പർച്ചേസ് വിഭാഗം ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ നേരത്തെ നിശ്ചയിച്ച ശസ്ത്രക്രിയ നടത്തുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തീയതി നൽകിയ രോഗികളോട് മുൻ നിശ്ചയിച്ച തീയതി പ്രകാരം ആശുപത്രിയിൽ എത്താൻ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുമെന്നതാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലെ 15 ശസ്ത്രക്രിയകളാണ് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ മാറ്റിവെക്കപ്പെട്ടത്. ആ ശസ്ത്രക്രിയകളും നേരത്തെ നിശ്ചയിച്ച തീയതിയിൽ തന്നെ നടത്തുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ എയിംസ് ഉൾപ്പെടെയുള്ള ആശുപത്രികൾ അമൃത് ഫാർമസിയിൽ നിന്ന് ഇത്തരത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അമൃത് ഫാർമസി വഴി ഈ അടിയന്തര ഘട്ടത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങാൻ തീരുമാനമായിട്ടുള്ളത്. പക്ഷേ അത്രത്തോളം ഒരു കാലതാമസം എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നതാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം. കാരണം നേരത്തെ തന്നെ ഇതിനൊരു പോംവഴി കണ്ടെത്താമായിരുന്നു. പക്ഷേ അത് വൈകിപ്പിച്ചു എന്നുള്ളൊരു വിമർശനം ഇപ്പോഴും ശ്രീചിത്ര അധികൃതർക്കെതിരെ ഉയരുന്നുണ്ട്. ക്രിസ്റ്റീന. ശരി, അതാണ് പ്രതീക്ഷ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നത് അതിനൊരു താൽക്കാലിക പരിഹാരം എന്ന നിലയിലാണോ കാണേണ്ടത്, അതോ പൂർണ്ണാർത്ഥത്തിൽ അവിടെയുള്ള ചില വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാവാനുള്ള ശ്രമം നടക്കുന്നു എന്ന തരത്തിലാണോ കാണേണ്ടത്? ഇന്നലെ 15 ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന നിലയുണ്ടായി. ഇന്നിപ്പോഴത് പുനരാരംഭിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ചില ഡോക്ടേഴ്സ് അടക്കം അവിടെയുള്ള ഡയറക്ടർക്കെതിരെ അടക്കം ഉയർത്തിയ ചില ഗുരുതരമായ ആക്ഷേപങ്ങളുണ്ട്. ഈ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള പരാതികളുണ്ട്. ഇതിലൊക്കെ ഒരു പൂർണ്ണ പരിഹാരം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ടോ?
അർജിത്ത് പൂർണ്ണ പരിഹാരം ഉണ്ടായി എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. കാരണം ഈ പ്രധാനമായും ശ്രീചിത്രയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലായ ജെം പോർട്ടൽ വഴിയാണ്. ഈ ജെം പോർട്ടൽ വഴിയുള്ള ഉപകരണങ്ങൾ വാങ്ങണമെന്നതാണ് ഈ വ്യവസ്ഥകളിൽ തന്നെ പറയുന്നത്. പക്ഷേ ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ നടത്തുന്നത് അതിനൂതന ശസ്ത്രക്രിയകളാണ്, വിദേശ നിർമ്മിത ഉപകരണങ്ങളാണ് ഇതിന് വേണ്ടത്. ഇതിനായാണ് പുറത്ത് മറ്റ് കമ്പനികളുമായി ടെൻഡർ ക്ഷണിക്കുകയും ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്ന കമ്പനികളെ സ്വീകരിക്കുകയുമാണ് നേരത്തെ ചെയ്തിരുന്നത്. പക്ഷേ 2023 മുതലുള്ള ആ ഒരു സമയത്തെ തുകയ്ക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ ഒരു കമ്പനികളും തയ്യാറായിരുന്നില്ല. ഇതായിരുന്നു പ്രതിസന്ധിക്ക് പിന്നിൽ. ഇപ്പോൾ ഈ ഒരു അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് അമൃത് ഫാർമസിയുമായി കരാർ ഒപ്പിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അമൃത് ഫാർമസിയുമായുള്ള കരാറിലും ഉയർന്ന തുകയാണ് ഈ കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുൾപ്പെടെ ഇനി ഏതെങ്കിലും തരത്തിൽ രോഗികളെ ബാധിക്കുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം അമിത തുകയ്ക്ക് ടെൻഡർ ക്ഷണിച്ചാൽ അതിൻ്റെ ഭാരം ഇനി വരാൻ പോകുന്നത് രോഗികളെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ഭാരം രോഗികൾക്ക് ഉണ്ടാകേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരും. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അമൃത് ഫാർമസിയുമായി ധാരണാപത്രം ഒപ്പിടാനാണ് തീരുമാനം. ഈ പരമാവധി ഈ തുക കുറയ്ക്കാനുള്ളൊരു നീക്കം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ധാരണാപത്രം ഒപ്പിടുന്നത്. പക്ഷേ നിലവിലൊരു അടിയന്തര സാഹചര്യം പരിഗണിച്ചാണ് ഇന്ന് മുതൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നൽകാമെന്ന് അമൃത് ഫാർമസി ഉറപ്പ് നൽകിയിരിക്കുന്നത്. റിജിത്ത. ശരി, തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും രോഗികൾക്ക് ആശ്വാസമായിട്ടുണ്ട്. അമൃത് ഫാർമസി ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നൽകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ഒരു ദിവസം വൈകും. ഇന്ന് വൈകിട്ട് 5:52 തീരുമാനിച്ച ദൗത്യം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നാളത്തേക്ക് മാറ്റി. ആക്സിയൻ സ്പേസ് ആണ് ദൗത്യം മാറ്റിയ വിവരം സ്ഥിരീകരിച്ചത്. ജൂൺ 11 വൈകിട്ട് 5:30 ദൗത്യം തീരുമാനിച്ചിരിക്കുന്നത്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. നാളെ 8 ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച മുതൽ അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വയനാട് മുള്ളൻകൊല്ലി പെരിക്കല്ലൂരിൽ ഉടമസ്ഥാവകാശം ചൂണ്ടിക്കാട്ടി 170 കുടുംബങ്ങൾക്ക് കർണാടക സ്വദേശിയുടെ വക്കീൽ നോട്ടീസ് ലഭിച്ച സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. 33 കവല 80 ഏക്കർ പ്രദേശവാസികൾക്കാണ് വക്കീൽ നോട്ടീസ് കിട്ടിയത്. മൈസൂർ സ്വദേശി MS പൂർണിമയാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് നോട്ടീസ് അയച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പെരിക്കല്ലൂർ 33 കവല 80 ഏക്കർ പ്രദേശവാസികളായ 170 കുടുംബങ്ങൾക്ക് മൈസൂർ സ്വദേശി MS പൂർണിമ അയച്ച വക്കീൽ നോട്ടീസ് ലഭിച്ചത്. തന്റെ മുത്തച്ഛൻ സിദ്ധയ്യയുടെ സ്ഥലമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. സർക്കാർ 1970-75 കാലത്ത് പട്ടയം അനുവദിച്ചവർക്കും ഭൂമി വിലയ്ക്ക് വാങ്ങിയവർക്കും നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. 1 കിലോ നമ്മൾ വില കൊടുത്ത് വാങ്ങി സ്ഥലമല്ലല്ലോ. 45 വർഷം ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ നമ്മളെങ്ങോട്ടാ പോകണത്? നോട്ടീസ് വരെ നമ്മളെ കേട്ടിട്ടൊക്കെ സ്തംഭിച്ചു പോയി. നമ്മളിപ്പോൾ എന്നാ ചെയ്യണത്? ഇത്രയും വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരെ നമ്മളെ അങ്ങനെ കുടിയേറുക എന്ന് പറഞ്ഞാൽ ഭൂമി കൈമാറണം, അല്ലെങ്കിൽ മതിപ്പുവില നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യം. ഞങ്ങൾ ഒരു കാരണവന്മാരായിട്ട് ഏകദേശം ഒരു 58-60 വർഷത്തോളം ആയിട്ട് ഞങ്ങൾ ഇത് കൈവശം വെട്ടിച്ച് അനുഭവിച്ചുകൊണ്ട് വരുന്നതാണ്. അതിൽ ഞങ്ങൾക്ക് ഗവൺമെന്റ് പട്ടയം തന്നിട്ടുണ്ട്. 70-72 കാലഘട്ടങ്ങളിലാണ് ഇവിടെ എല്ലാവർക്കും പട്ടയം തന്നത്. വിഷയം നിയമപരമായി നേരിടാൻ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. CPI അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നിയമപരമായ പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ വരുന്നത് 100% ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ. അവരുടെ ലോണ് മറ്റു കാര്യങ്ങളൊക്കെ ഭൂമി വിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ തടസ്സം വന്നേക്കാം എന്നൊരു തോന്നലാണ് ആ പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. റവന്യൂ വകുപ്പ് വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം വേഗത്തിലാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. 24 വയനാട്. നോക്കാം ഇനി ചില അറിയിപ്പുകൾ. കൊല്ലം സദാനന്ദപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് ഹിന്ദി വിഭാഗത്തിലേക്ക് അഭിമുഖം ഇന്ന്.
കൊല്ലം കടക്കൽ ഗവൺമെന്റ് VHSSൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. കോഴിക്കോട് കൊയിലാണ്ടി നോർത്ത് മൂഴിക്കൽ, മീത്തൽ, ചിറ്റാരി, മരുതൂർ എന്നിവിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം രാവിലെ 7:30 മുതൽ വൈകിട്ട് 3 വരെ. കോട്ടയം വെച്ചൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഫുൾ ടൈം മീഡിയൽ സ്റ്റാഫിന്റെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക്. വയനാട് മാനന്തവാടി നഗരസഭ വാർഷിക പദ്ധതിയിൽ വനിതകൾക്കുള്ള തയ്യൽ മെഷീൻ ഇന്ന് വിതരണം ചെയ്യും. രാവിലെ 11-ന് കണിയാരം ടൗണിൽ വെച്ചാണ് തയ്യൽ മെഷീൻ വിതരണം ചെയ്യുക. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 16-കാരൻ അഭിജിത്തിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ കൂടുതൽ അന്വേഷണം നടത്താൻ പോലീസ്. അഭിജിത്തിന്റെ കൂട്ടുകാരെ ചോദ്യം ചെയ്യും. മരണവിവരം അറിഞ്ഞിട്ടും പോലീസിനെയോ വീട്ടുകാരെയോ അറിയിക്കാതെ അഭിജിത്തിന്റെ കൂട്ടുകാർ മറച്ചുവെച്ചിരുന്നു. സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും വിമർശനമുണ്ട്. വിവരങ്ങളുമായി വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് MG പ്രതീഷാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ കേസിൽ എന്തുകൊണ്ട് ഈ കൂട്ടുകാർ വിവരം മറച്ചുവെച്ചു? പോലീസിന് ഏത് തരത്തിലുള്ള വീഴ്ചയാണ് സംഭവിച്ചത്? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ഇതിനൊക്കെ ഉത്തരം വേണമല്ലോ. ക്രിസ്റ്റീന, തീർച്ചയായും തിരുവനന്തപുരം വെമ്പായം തേക്കട സ്വദേശിയായ 16-കാരൻ അഭിജിത്തിന്റെ മരണത്തിൽ അടിമുടി ദുരൂഹതയാണുള്ളത്. വീട്ടിൽ നിന്ന് മാർച്ച് മാസം 3-ാം തീയതിയാണ് അഭിജിത്തിനെ കാണാതാവുന്നത്. തുടർന്ന് 8-ാം തീയതി കുടുംബം വട്ടപ്പാറ പോലീസിൽ പരാതി നൽകി. ഇതിന് പിന്നാലെയാണ് ഈ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം വിവരം ലഭിക്കുന്നത്. ഈ മാർച്ച് 5-ന് പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു യുവാവ് ട്രെയിൻ തട്ടി മരിക്കുകയും ആ മൃതദേഹം അജ്ഞാത മൃതദേഹമായി കണ്ട പോലീസ് സംസ്കരിച്ചു എന്നുള്ള വിവരം കുടുംബത്തിന് ലഭിച്ചത്. പിന്നീട് അത് അഭിജിത്താണെന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചു. പക്ഷേ ഈ മിസ്സിംഗ് പരാതി നൽകിയ വട്ടപ്പാറ പോലീസോ അല്ലെങ്കിൽ നഗര മധ്യത്തോട് ചേർന്നുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിട്ടോ കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നത് അടിമുടി വീഴ്ചയാണ്. മാത്രമല്ല, ഈ അഭിജിത്ത് ട്രെയിൻ തട്ടി മരിച്ച സംഭവം ഈ അഭിജിത്തിന്റെ തന്നെ ചില സുഹൃത്തുക്കൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത് അറിഞ്ഞിട്ടും സുഹൃത്തുക്കൾ ബന്ധുക്കളെയോ പോലീസിനെയോ അറിയിച്ചില്ല എന്നതും ഗുരുതരമായ വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം ഈ കേസിൽ നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഈ മരണത്തിൽ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി അഭിജിത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് കൃത്യമായി മൊഴിയെടുക്കും. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതാണ് നിലവിൽ നടക്കാൻ പോകുന്ന അന്വേഷണം. അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ മരണവുമായി ബന്ധപ്പെട്ട ഈ പോലീസ് അജ്ഞാത മൃതദേഹമായി കണ്ടു സംസ്കരിച്ചു എന്ന് പറഞ്ഞതിൽ വളരെ ലഘൂകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഈ മൃതദേഹം ഒരു മലയാളിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞില്ല. ഒരു ഇതര സംസ്ഥാന അല്ലെങ്കിൽ ഒരു അതിഥി തൊഴിലാളിയുടെ മൃതദേഹമാണെന്ന് കരുതി സംസ്കരിച്ചു എന്നതാണ് പോലീസിന്റെ തൊടുനയം. അത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പോലീസിന്റെ വീഴ്ച, ഒപ്പം ഇതിൽ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ അത് മറച്ചുവെച്ചതിന്റെ കാരണം എന്തെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പരിശോധിക്കും. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്റ്റീന, ശരി, പ്രതീക്ഷ തുടരുക. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു വിവരം കൂടി പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കാനുണ്ട്. 24 വാർത്താ സംഘത്തെ ആക്രമിച്ച കോൺഗ്രസ് നേതാവിനും സംഘത്തിനുമെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തേക്കട അനിൽകുമാർ, ഷാനവാസ് കുമാർ എന്നിവർക്കെതിരെ വട്ടപ്പാറ പോലീസിലാണ് പരാതി നൽകിയത്. അക്രമത്തിൽ പരിക്കേറ്റ ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസ് തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. വെമ്പായത്ത് നിന്ന് കാണാതായ 16-കാരൻ ട്രെയിൻ തട്ടിമരിക്കുകയും ബന്ധുക്കളെ അറിയിക്കാതെ അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ സംസ്കരിക്കുകയും ചെയ്ത ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം എടുത്തില്ല എന്നാരോപിച്ചുള്ള അക്രമം. MG പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? പ്രതീഷ്, റിജിത്ത്, തീർത്തും ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. കാരണം ഒരു മകനെ കാണാതാവുകയും പിന്നീട് ആ മകൻ ട്രെയിൻ തട്ടി മരിച്ചു, ആ മൃതദേഹം പോലും ആ കുടുംബത്തിന് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള അത്തരത്തിൽ ദാരുണമായൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് 24 സംഘം ഈ വെമ്പായം തേക്കടയിൽ എത്തിയത്. ഈ ഉമേഷ് ബാലകൃഷ്ണനും ഒപ്പം രഞ്ജിത്ത് ഫ്രാൻസിസുമാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ കുടുംബത്തിന്റെ പ്രതികരണം എടുത്തു. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംപ്രേഷണം ചെയ്തു. ഇതിനിടയിലാണ്
പിന്നാലെയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ, പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. അവരുടെ പ്രതികരണം, കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിന്റെ പ്രതികരണം എടുത്തില്ല എന്ന് ആരോപിച്ചായിരുന്നു അക്രമം. ഈ റിപ്പോർട്ടറിനെയും ഒപ്പം ഈ ക്യാമറമാനെയും ആക്രമിക്കുന്ന സമീപനമാണ് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ ദൃശ്യങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ക്യാമറ അടിച്ചു തകർക്കാനുള്ള ഒരു ശ്രമം ഈ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ 24 സംഘത്തെ അവിടെ തടഞ്ഞു വെക്കുന്ന ഒരു നിലപാട് പോലും ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഈ 24 ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ തേക്കട അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അത്തരത്തിൽ അതിക്രമം അഴിച്ചുവിട്ടത്. ഈ അനിൽകുമാറിനെതിരെയും ഷാനവാസ് കുമാർ എന്നിവർക്കെതിരെയുമാണ് നിലവിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ അതിക്രമത്തിൽ സാരമായി പരിക്കേറ്റ ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസ് ഇന്നലെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇതിൽ ശക്തമായൊരു നടപടി ഉണ്ടാകുമെന്നതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്നത്. ഒപ്പം മന്ത്രി GR അനിൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുമുണ്ട്. റിജിത്ത്, ക്രിസ്റ്റീന. പ്രതീക്ഷയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രതീക്ഷ, മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അതിന്റെ ഭാഗമാകുന്ന ആൾക്കാരുടെ ബൈറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ആരോപണങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ സംപ്രേഷണം ചെയ്യുക എന്നത്. എന്തായിരുന്നു ഇവർക്ക് പ്രകോപനമായത്? ക്രിസ്റ്റീന, തീർത്തും പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നതിനപ്പുറം ഇതിൽ ഒന്നും പറയാനില്ല. കാരണം ഒരു കുടുംബത്തിന്റെ പ്രതികരണം, ആ പ്രതികരണം അല്ലെങ്കിൽ ആ കുടുംബത്തിന് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ ആരോപണങ്ങൾ, പരാതികളാണ് പ്രധാനമായും പ്രേക്ഷകരും അധികൃതരും അറിയേണ്ടത്. ആ പ്രതികരണം എടുക്കുന്ന ഘട്ടത്തിലാണ് ഈ കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം എടുത്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് അവിടെ വലിയ അതിക്രമം അഴിച്ചുവിട്ടത്. കാരണം മണിക്കൂറുകളോളം അത്തരത്തിൽ ഒരു അതിക്രമമാണ് ഈ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവിടെ അവർ ഈ പ്രതികരണം എടുക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ അവരവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ പ്രതികരണം എടുത്തില്ല എന്ന് പറഞ്ഞ് വലിയ തരത്തിലൊരു അക്രമമാണ് അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഈ കുടുംബത്തിന്റെ പ്രതികരണം എടുക്കുന്നതിലടക്കം ഇവർ തടസ്സം നിന്നു. കാരണം ഈ ദൃശ്യങ്ങൾ എടുക്കുന്ന ഘട്ടത്തിൽ ക്യാമറയ്ക്ക് നേരെ വരികയും ഈ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിക്കാത്ത തരത്തിലുള്ള നിലപാടുകൾ ഈ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അങ്ങനെ മണിക്കൂറുകളോളം അത്തരത്തിലൊരു അതിക്രമമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ന്യായം മാത്രമാണ് അവർ പറയുന്നത്. ഇതിൽ ഈ സംഭവം ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ ഉൾപ്പെടെ ഈ റിപ്പോർട്ടർ ഉമേഷ് ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. കാരണം ആ കുടുംബത്തിന്റെ പ്രതികരണമാണ് പ്രധാനമായി വേണ്ടത്. ആ പ്രതികരണം കൃത്യമായി ഞങ്ങൾ എടുക്കുന്നുണ്ട്, ആ കുടുംബത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനം ഇവരുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഒരു അതിക്രമത്തിലേക്കും ഒരു കയ്യേറ്റത്തിലേക്കും കൂടി ഇവരുടെ ഭാഗത്ത് നിന്ന് ആ സമീപനം മാറിയത്. അതിന് പിന്നാലെയാണ് ഇവർക്കെതിരെ 3 ഈ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസിൽ കേസ് നൽകിയിരിക്കുന്നത്. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ വെമ്പായത്ത് നിന്ന് കാണാതായ 16-കാരൻ ട്രെയിൻ തട്ടി മരിക്കുകയും ബന്ധുക്കളെ അറിയിക്കാതെ അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ അത് സംസ്കരിക്കുകയും ഒക്കെ ചെയ്ത സംഭവം, അത് വലിയ വിവാദമായിട്ടുണ്ട്. ഒരു വലിയ ദുരൂഹത അതിൽ സംശയിക്കപ്പെടുന്നുണ്ട്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് 24ന്റെ വാർത്താ സംഘം എത്തിയത്. അതിനിടയിലാണ് ഈ കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം എടുത്തില്ല എന്നൊരു ദുർബല ന്യായം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇങ്ങനെ 24 വാർത്താ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കർശനമായ നടപടികൾ തുടർന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിലുണ്ടാവട്ടെ. ഇനി നമ്മൾ പോകുന്നത് നിലമ്പൂരേക്കാണ്. പോരാട്ടച്ചൂടിൽ നിലമ്പൂർ. വിഷയങ്ങൾ മാറിമറിയുന്ന നിലമ്പൂരിൽ പ്രചാരണം ഉച്ചസ്ഥായിയിലാണ്. LDF സ്ഥാനാർത്ഥി M സുരാജിനായി വോട്ട് അഭ്യർത്ഥിച്ച് 10 മന്ത്രിമാർ ഇന്ന് മണ്ഡലത്തിലുണ്ട്. UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്. തൃണമൂൽ കോൺഗ്രസ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിനായി വോട്ട് അഭ്യർത്ഥിച്ച് യൂസഫ് പത്താൻ MP ഈ മാസം 15-ന് മണ്ഡലത്തിലെത്തും. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് വിപിൻ C വിജയനാണ് ചേരുന്നത്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും മഴക്കാലത്തും പോരാട്ടം വളരെ ശക്തമായി അവിടെ തുടരുകയാണ്. ഓരോ വിഷയങ്ങളും മാറി മാറി വരുന്നുണ്ട്. അത് ഓരോരുത്തരും ഏത് രീതിയിലാണ് ആയുധങ്ങളായി ഉപയോഗിക്കുന്നത്. കൂടുതൽ പേർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുന്നുമുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. ഇപ്പോൾ 10 മന്ത്രിമാരാണ് LDF ക്യാമ്പിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ ഉള്ളത്. ഇന്ന് V ശിവൻകുട്ടി, R ബിന്ദു, VN വാസവൻ, KB ഗണേഷ് കുമാർ തുടങ്ങി മുന്നണിയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം തന്നെ മണ്ഡലത്തിലുണ്ട്. അവർ വിവിധ സ്ഥലങ്ങളിൽ ഇന്നിപ്പോൾ പ്രചാരണത്തിനായി എത്തുകയും ചെയ്യും. 1ാം ഘട്ട പര്യടനത്തിന് ഇന്ന് അവസാനം കുറിക്കുകയാണ് LDF. 6 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയിലും ഇതിനോടകം തന്നെ ആദ്യഘട്ട പ്രചാരണം കഴിഞ്ഞു. ഇന്നിപ്പോൾ മലപ്പുറത്ത് വെച്ച്
CPM-ന്റെ സെക്രട്ടേറിയറ്റ് നടക്കുന്നുണ്ട്. അടുത്ത ഘട്ടം ഏത് രീതിയിലായിരിക്കണം എന്നുള്ള ഒരു തന്ത്രങ്ങൾ എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ സെക്രട്ടറിയുടെ ഒരു പ്രധാന അജണ്ടയായി വരിക. ഒപ്പം തന്നെ ഈ മാസം 13-ാം തീയതി മുഖ്യമന്ത്രി 3 ദിവസം ക്യാമ്പ് ചെയ്തുകൊണ്ട് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ കേന്ദ്രങ്ങളിലൊക്കെ പ്രചാരണവുമായി എത്തുകയും ചെയ്യും. ഇങ്ങനെ എം സ്വരാജിന് വേണ്ടി ഒരു വോട്ടഭ്യർത്ഥന ഇത്ര ശക്തമായി തന്നെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ UDF-ന് വേണ്ടി അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മണ്ഡലത്തിലുണ്ട്. KPCC അധ്യക്ഷൻ, ഒപ്പം തന്നെ UDF കൺവീനർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ. ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയാണ് അവരുടെ ആദ്യത്തെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള മുനവർ അലി ശിഹാബ് തങ്ങൾ കൂടി ഇന്ന് UDF ക്യാമ്പിന് വേണ്ടി എത്തും. ആര്യട ഷൗക്കത്തിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാനായിട്ട് പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെയാണ് ഇറക്കുന്നത്. 3 പ്രചാരണ വിഷയങ്ങളാണ് ഇതിനോടകം തന്നെ നിലമ്പൂരിൽ ശക്തമായി ഉയർന്നു വന്നത്. ഒന്ന് മലപ്പുറം, മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, മറ്റൊന്നുള്ളത് ക്ഷേമം. അത് കഴിഞ്ഞപ്പോൾ ഒരു ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വരെ ആ ഒരു വാക്പോര്, ആ ഒരു അക്രമ പ്രത്യാക്രമണങ്ങളൊക്കെ അതിശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മണ്ഡലത്തിലേക്ക് ഇനിയുള്ള വളരെ കുറച്ച് ദിവസം, 9 ദിവസം എന്ന് തന്നെ പറയാം, ആ 9 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. NDAക്ക് വേണ്ടി K സുരേന്ദ്രൻ ഈ മണ്ഡലത്തിലുണ്ട്. തൃണമൂൽ പറഞ്ഞതുപോലെ തന്നെ സ്വതന്ത്ര നേതാക്കളെ ഇറക്കുക. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ പോരാട്ടച്ചൂടിലാണ്. ഓരോ ദിവസവും പ്രചാരണ വിഷയങ്ങൾ മാറി മറിയുന്നു. ആ പ്രചാരണത്തിന്റെ ആവേശം കൂട്ടിക്കൊണ്ട് ഓരോ വിഷയങ്ങൾ പുതുതായി കടന്നു വരുന്നു. അതെല്ലാം പ്രചാരണ വിഷയമാക്കുകയാണ് മുന്നണികൾ. ഇന്ന് 10 മന്ത്രിമാരെയാണ് LDF കളത്തിലിറക്കാൻ പോകുന്നത്. അതുപോലെ UDF-ന്റെ കാര്യത്തിലാണെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളടക്കം പ്രചാരണത്തിനായി മണ്ഡലത്തിലേക്ക് എത്താൻ പോകുന്നു. NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണവും ഒരു ഘട്ടത്തിൽ NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണവും വലിയ ആവേശത്തിൽ തന്നെ NDA ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസം, പ്രതീക്ഷ ഈ 1-2 റൗണ്ടൊക്കെ പ്രചാരണത്തിൻ്റെ 1-2 റൗണ്ടൊക്കെ പൂർത്തിയാക്കുമ്പോൾ മുന്നണികൾക്ക് ഉണ്ടാവുന്നുണ്ട്. വിപിൻ സി വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നിലമ്പൂരിൽ. രാജ്ഭവനിലെ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന നിർബന്ധമാക്കിയതിനെതിരെ AIYF ഇന്ന് രാജ്ഭവൻ മാർച്ച് നടത്തും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന മാർച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. രാജ്ഭവനെ സംഘപരിവാർ കൂടാരമാക്കി മാറ്റാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നാണ് CPI-യും AIYF-ഉം ആരോപിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഊർജ്ജ സംരക്ഷണത്തിനൊരു പുത്തൻ മാതൃകയുണ്ട് കാസർഗോട്ട്. മേലാങ്കോട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളാണ് പൂർണ്ണമായും സോളാർവൽക്കരിച്ച് ഊർജ്ജ സംരക്ഷണത്തിന് പുതിയ മാതൃക സൃഷ്ടിച്ചത്. കാർബൺ ഫ്രീ ക്യാമ്പസായ ആ വിദ്യാലയത്തിലേക്കൊന്ന് പോയി വരാം. പ്രകൃതി നശിക്കുന്നതും അന്തരീക്ഷ മലിനീകരണവും കണ്ടു നിൽക്കാൻ മേലാങ്കോട്ട് സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായില്ല. PTIയുടെ സഹായത്തോടെ ക്ലാസ് മുറികളിൽ പഠിച്ച പാഠങ്ങൾ പ്രാവർത്തികമാക്കാൻ ഒരേ മനസ്സോടെ അവരിറങ്ങി. ഇന്നിപ്പോൾ മേലാങ്കോട്ട് GUP സ്കൂൾ ഒരു സമ്പൂർണ്ണ കാർബൺ ഫ്രീ ക്യാമ്പസാണ്. ഈ വിദ്യാലയത്തിലെ അടുക്കള സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ സ്മാർട്ട് അടുക്കളയും. അതെ, തീർച്ചയായിട്ടും അത് നമ്മുടെ PTIനകത്ത് ഇത്തരത്തിലുള്ളൊരു ആലോചന നടക്കുകയും നമ്മുടെ സ്കൂളിൻ്റെ ഉച്ചഭക്ഷണം അടക്കമുള്ള പരിപാടികൾ കുറേ കൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റണമെന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ സ്ഥാപനം എനർജി ഓഡിറ്റിംഗ് നടത്തുകയും ആ എനർജി ഓഡിറ്റിംഗ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കി കിട്ടുകയും ആ റിപ്പോർട്ടിലാണ് നമ്മൾ ഇത്തരത്തിൽ സോളാർ പാനലിൻ്റെ കാര്യമടക്കമുള്ളത് ഈ ക്യാമ്പസിനെ കാർബൺ നെറ്റ് സീറോ ക്യാമ്പസിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തത്. ഒറ്റക്കെട്ടായി വർഷങ്ങളോളം പ്രയത്നിച്ചപ്പോൾ സ്കൂളിൽ ഒരു അത്യുഗ്രൻ സോളാർ പാനലും മറ്റ് സംവിധാനങ്ങളുമായി. ഇപ്പോൾ വിദ്യാലയം മറ്റുള്ളവർക്ക് മാതൃക. ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ മരം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ആവശ്യകതയെ സംസാരിക്കുമ്പോഴും മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ചെലവഴിക്കേണ്ടി വരുന്ന ഒരു സാമ്പത്തിക ചെലവും അധ്വാനവും പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് വളരെയേറെ എക്കോ ഫ്രണ്ട്ലി, അതുപോലെ തന്നെ എക്കണോമിക്കലി ഫ്രണ്ട്ലി. സംസ്ഥാനത്തെ കൂടുതൽ വിദ്യാലയങ്ങൾ ഈ മാതൃക പിന്തുടരണമെന്നും ഇവിടെയുള്ളവർ പറയുന്നു. 24 കാസർഗോഡ്.
മേഘാലയയിൽ ഹണിമൂൺ ആഘോഷിക്കാൻ പോയ നവവരനെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയ സംഭവത്തിൽ വധു സോനുവിനെയും വാടക കൊലയാളികളെയും ഇന്ന് ഷില്ലോങ്ങിലേക്ക് എത്തിക്കും. 4 പേരെയും ട്രാൻസിറ്റ് വാറന്റ് വാങ്ങി ഷില്ലോങ് പോലീസ് UP പോലീസിൽ നിന്ന് ഏറ്റുവാങ്ങി. കൊല്ലപ്പെട്ട രാജാ രഘുവൻഷിയുടെ മൃതദേഹം കണ്ടെത്തിയ ട്രെക്കിംഗ് സ്പോട്ടിലും ഇരുവരെയും അവസാനമായി ഒരുമിച്ച് കണ്ട സ്ഥലത്തും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തും. ആൺസുഹൃത്തിനൊപ്പം ജീവിക്കാനാണ് കൊലപാതകം നടത്തിയത് എന്നാണ് സോനുവിന്റെ മൊഴി. ആൺസുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇയാൾക്ക് ആസൂത്രണത്തിൽ പങ്കുള്ളതായാണ് വിവരം. ഇനി നോക്കാം ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. ഡോക്ടറെ പരസ്യമായി ശകാരിച്ച സംഭവത്തിൽ ഗോവ ആരോഗ്യമന്ത്രിയുടെ മാപ്പ് സ്വീകരിക്കില്ല എന്ന് ഡോക്ടേഴ്സ്. ഡോക്ടറെ ശകാരിച്ച ഗോവ മെഡിക്കൽ കോളേജിലെത്തി മന്ത്രി മാപ്പ് പറയണം എന്നാണ് ആവശ്യം. മന്ത്രി നേരിട്ടെത്തി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കടുത്ത സമരം നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിലെ പ്രതികളുടെ സുരക്ഷാ ഫയലുകൾ കാണാതായതിന് തിഹാർ ജയിൽ അധികൃതർക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം. ജൂലൈ 7 മുമ്പായി ഫയലുകൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജയിൽ അധികൃതർക്ക് നിർദ്ദേശം. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുള്ള ഇന്ത്യയുടെ നിലപാട് അറിയിക്കാൻ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച സംഘത്തിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ന് വൈകിട്ട് നടക്കുന്ന യോഗത്തിൽ സംഘത്തിലെ പ്രതിനിധികൾ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കും. NCP അജിത് പവാർ വിഭാഗവും ശരത് പവാർ പക്ഷവും ലയിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ ശരത് പവാറിന് സമീപം ഇരിപ്പിടം ഒഴിവാക്കി അജിത് പവാർ. പുനെ വസന്താദ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിപാടിക്കിടെയാണ് നേരത്തെ ക്രമീകരിച്ച ഇരിപ്പിടത്തിൽ നിന്നും അജിത് പവാർ മാറിയിരുന്നത്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിലും വെടിവെപ്പിലും തകർന്ന ജമ്മുകശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിലെ വീടുകൾ പുനർനിർമ്മിക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 25 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ചു. പൂർണ്ണമായും തകർന്ന വീടുകൾക്ക് 2 ലക്ഷം രൂപ വീതവും ഭാഗികമായി തകർന്ന വീടുകൾക്ക് 1 ലക്ഷം രൂപ വീതവുമായിരിക്കും നഷ്ടപരിഹാരം. വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന് സജീവമായി ഇടപെടുന്ന സംഘടനകളിലൊന്നാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ. അതിജീവിതർക്കായി എറൈസ് മേപ്പാടി എന്ന പേരിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുകയാണ്. 100 പേർക്കാണ് സ്വയം തൊഴിൽ പദ്ധതി തയ്യാറാക്കിയത്. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ഉപജീവനം നിലച്ച 77 കച്ചവട സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി 1.5 കോടി രൂപയുടെ പദ്ധതിയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ പൂർത്തീകരിച്ചത്. 2 കോടി രൂപ വകയിരുത്തി 100 പേർക്ക് സ്വയം തൊഴിൽ പദ്ധതിയും അവതരിപ്പിച്ചു. ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഭവനം, തൊഴിൽ, ഉപജീവനം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി വ്യത്യസ്ത ഘടകങ്ങൾ കൂട്ടിച്ചേർത്തതാണ് പുനരധിവാസ പദ്ധതി. മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമായി സൂപ്പർ മാർക്കറ്റ്, ഹോട്ടൽ, ബേക്കറി, പച്ചക്കറി സ്റ്റാൾ, ചിക്കൻ സ്റ്റാൾ, വർക്ക്ഷോപ്പ്, സ്റ്റേഷനറി, ടെക്സ്റ്റൈൽസ്, ബാർബർ ഷോപ്പ്, സ്റ്റുഡിയോ, മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയുള്ള സംരംഭങ്ങൾ സംഘടന വഴി സാധ്യമായി. ഓട്ടോറിക്ഷയടക്കം നിരവധി വാഹനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. 20 കോടിയുടെ ആ പുനരധിവാസ പദ്ധതികളിൽ ഏറ്റവും മുഖ്യമായ ഒരു പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപനമാണ് ഇന്നേ ദിവസം നടക്കുന്നത്. അതോടൊപ്പം 100 പേർക്ക് സ്വയം തൊഴിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും കൂടിയാണ് ഇന്ന് നടക്കുന്നത്. കമ്മ്യൂണിറ്റി സെന്ററും ഉൾപ്പെടെയുള്ള പുനരധിവാസ പ്രൊജക്ട് 4 ഏക്കർ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ 2ാം വാർഡിൽ അതിന്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പുനരധിവാസ പദ്ധതിയുടെ ഉദ്ഘാടനം IC ബാലകൃഷ്ണൻ MLA നിർവഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ M അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപനവും, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ബാബു സ്വയം തൊഴിൽ പദ്ധതി പ്രഖ്യാപനവും നിർവഹിച്ചു. 24 വയനാട്. ഗോവയിൽ ഡോക്ടറെ ആരോഗ്യമന്ത്രി പരസ്യമായി ശാസിച്ച സംഭവത്തിൽ മന്ത്രി വിശ്വജിത് റാണയ്ക്ക് അന്ത്യശാസനം നൽകി ഡോക്ടേഴ്സ്. 24 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിലെത്തി നേരിട്ട് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ചേരുന്നത്. ശ്രീനാഥ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ വിശ്വജിത് റാണ പറയുന്നത് ഞാൻ ദേശീയ ചാനലിലൂടെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ്, അതിൽ കൂടുതൽ കാര്യമില്ല എന്നാണ്. പക്ഷെ നേരിട്ടെത്തി മാപ്പ് പറയണം എന്ന ഒരു ആവശ്യമാണല്ലോ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഏത് രീതിയിൽ സ്വീകരിക്കപ്പെടും? ഏതായാലും ഡോക്ടർമാർ ഈ കാര്യത്തിൽ 24 മണിക്കൂറിൻ്റെ അന്ത്യശാസനം സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. വിശ്വജിത് റാണെ ആരോഗ്യമന്ത്രി എവിടെ വന്നാണോ ഡോക്ടറെ അപമാനിച്ചത്, എവിടെ വന്നാണോ ശകാരിച്ചത്, അതേയിടത്ത് തന്നെ മന്ത്രി എത്തി മാപ്പ് പറയണം എന്നതാണ് ഡോക്ടർമാരുടെ ആവശ്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു ദൃശ്യം മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത്. ആരോഗ്യമന്ത്രി ഗോവയിലെ മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് എത്തുന്നു. വന്ന പാടെ തന്നെ ഈ മെഡിക്കൽ ഓഫീസറെ, രുദ്രേഷ് കുട്ടിക്കർ എന്ന മെഡിക്കൽ ഓഫീസറെ വിളിച്ചു വരുത്തുന്നു. അദ്ദേഹത്തെ
വളരെ മോശമായ രീതിയിൽ തന്നെ ശകാരിക്കുന്നതുമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മറുപടി പറയാൻ കൂടി സമ്മതിക്കാത്ത വിധമായിരുന്നു ഈ തരത്തിലുള്ള ഒരു ശകാരം. പക്ഷേ പിന്നാലെ അത് വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹത്തെ ഉടനടി സസ്പെൻഡ് ചെയ്യണം എന്നതായിരുന്നു മന്ത്രിയുടെ ആവശ്യം. മാത്രമല്ല, മന്ത്രിയുടെ ഭരണകാലത്ത് താൻ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന കാലം അത്രയും ഇദ്ദേഹത്തിന് ഈ ആശുപത്രിയിൽ പ്രവർത്തിക്കാൻ താൻ അനുവദിക്കില്ല എന്നുവരെ ഈ ആരോഗ്യമന്ത്രി വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് വലിയ പ്രതിഷേധമുണ്ടാക്കി. IMA അടക്കമുള്ള സംഘടനകൾ, ഡോക്ടർമാരുടെ സംഘടനകളൊക്കെ തന്നെ വലിയ വിമർശനം ഉന്നയിച്ചു. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും അത് ഏറ്റുപിടിക്കുക കൂടി ചെയ്തതോടെയാണ് സർക്കാർ പ്രതിസന്ധിയിലായത്. മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യില്ല എന്ന് അറിയിച്ചു. ഒരു മാധ്യമത്തിലൂടെ പിന്നീട് വിശ്വജിത്ത് റാണെ മാപ്പ് പറയുകയും ചെയ്തു. തൻ്റെ ഉദ്ദേശം അപ്പോഴും ശരിയായിരുന്നു, ഉപയോഗിച്ച വാക്കുകളാണ് തെറ്റിപ്പോയത് എന്നതായിരുന്നു മന്ത്രിയുടെ പരാമർശം. ഇതേ തുടർന്നാണ് ഡോക്ടർമാർ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പോയത്. ആശുപത്രിയിൽ തന്നെ എത്തി വിശ്വജിത്ത് റാണെ മാപ്പ് പറയണം എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. മാത്രമല്ല, ആശുപത്രിക്കകത്ത് വെച്ച് ഇത്തരമൊരു വീഡിയോ ചിത്രീകരിച്ചതിലും ചട്ടലംഘനമുണ്ട്. അതിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി വേണം. മാത്രമല്ല, മന്ത്രിയുടെ ഒരു സുഹൃത്തിന് വിറ്റാമിൻ B12 ഇഞ്ചക്ഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കമുണ്ടായത്. ഈ രുദ്രേഷ് കുട്ടിക്കർ സാധാരണ PHCയിൽ പോയി ഈ ഇഞ്ചക്ഷൻ എടുക്കണം, ഇതൊരു എമർജൻസി മെഡിസിൻ അല്ല എന്ന് പറഞ്ഞതായിരുന്നു മന്ത്രിയുടെ പ്രകോപനം. ഈ കാര്യങ്ങളടക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ വിശദീകരണം വേണം എന്നതാണ് ഡോക്ടർമാരുടെ ആവശ്യം. കോഴിക്കോട് വീണ്ടും മയക്കുമരുന്ന് വേട്ട. കല്ലാച്ചിയിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന 25.5 ഗ്രാം MDMA പിടികൂടി. മുകേരി സ്വദേശി VV ഷഹാസാണ് പിടിയിലായത്. വിവരങ്ങളുമായി സമീർ C. മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ് അഗെയിൻ. മയക്കുമരുന്ന് വേട്ട വളരെ ശക്തമായി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു തെളിവാണല്ലോ ഈ ദിവസം തോറുമുള്ള ഇങ്ങനെ മയക്കുമരുന്ന് പിടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് റിജിത്ത്, ക്രിസ്റ്റിന. തീർച്ചയായും ശക്തമായ നടപടിയുമായി പോലീസും അതുപോലെ തന്നെ എക്സൈസും മുന്നോട്ട് പോകുന്നു. മയക്കുമരുന്നിനെതിരായിട്ടുള്ള വ്യാപകമായ ക്യാമ്പയിൻ 24 നടത്തിയതാണ്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിക്കൊണ്ട് തന്നെ നമുക്ക് അഭിമാനത്തോടു കൂടെ പറയാം പോലീസ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ കോഴിക്കോട് കല്ലാച്ചിയിലാണ് മയക്കുമരുന്ന് പിടികൂടിയിരിക്കുന്നത്. സിന്തറ്റിക് ഡ്രഗായിട്ടുള്ള MDMAയുമായാണ് യുവാവ് പിടിയിലായിരിക്കുന്നത്. വിദേശത്ത്, പ്രത്യേകിച്ചും ദുബായിലാണ് ഈ യുവാവ് ഉണ്ടായിരുന്നത്. പ്രവാസിയായിരുന്ന ഈ വ്യക്തി ആരോഗ്യവകുപ്പിലെ അവിടുത്തെ ജീവനക്കാരനാണ്. നാട്ടിലെത്തിയിട്ട് 2 മാസമേ ആയുള്ളൂ. ആ 2 മാസത്തിനിടയിൽ പലതവണ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കടത്തി എന്നാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ഇയാളെ നിരീക്ഷണത്തിൽ വെച്ചിരുന്നുവെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. ബൈക്കിൽ കല്ലാച്ചിയിലെ ഒരു സുഹൃത്തിന് വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു MDMA. ആ വേളയിലാണ് നാദാപുരം DYSPയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും അതുപോലെ തന്നെ നാദാപുരം SIയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഈ പ്രതിയുടെ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏകദേശം 1,10,000 രൂപ വില വരുന്ന സിന്തറ്റിക് മയക്കുമരുന്നാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ പ്രതിയുടെ പശ്ചാത്തലം പോലീസ് പറയുന്നത് ഇതിനു മുമ്പ് പലതവണ ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ട്. ഈ നാദാപുരം കല്ലാച്ചി മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു വിൽപ്പനക്കാരനാണ് ഈ വ്യക്തി എന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. തുടർ നടപടികൾ സ്വീകരിക്കും. ക്രിസ്റ്റിന, റിജിത്ത്. ശരി, സമീർ C. മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. ആത്മഹത്യാ ശ്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ ആശുപത്രിയിൽ തടവുകാരെ പാർപ്പിക്കുന്ന സെല്ലിലേക്ക് മാറ്റി. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടെ അഫാനെ ICUവിൽ നിന്നും മാറ്റിയത്. അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടുണ്ട്. ഓർമ്മയ്ക്ക് കുറവില്ല. നടക്കുന്നുണ്ടെങ്കിലും സാധാരണ നിലയിലായിട്ടില്ല. മരുന്നുകളും തുടരുന്നുണ്ട്. ഇത് പൂർത്തിയായ ശേഷമായിരിക്കും ജയിലിലേക്ക് മാറ്റുക. പൂജപ്പുര സെൻട്രൽ ജയിലിൽ അഫാൻ കഴിഞ്ഞ മാസം 25-നാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. മുംബൈയിൽ സബർബൻ ട്രെയിനുകൾ പുതുക്കുന്നു. ഓട്ടോമാറ്റിക് ഡോർ സംവിധാനം അടക്കമുള്ള പുതിയ ട്രെയിനുകൾ നവംബറോടെ സജ്ജീകരിക്കും. സബർബൻ ട്രെയിനിൽ നിന്ന് വീണ് യാത്രക്കാർ മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് തീരുമാനം. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥെ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ റെയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ എടുത്തിട്ടുണ്ട്. ബജറ്റിൽ പോലും അതിനുള്ള പ്രൊവിഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ ഒരു ഭാഗമായി ഇത്തരത്തിലൊരു സുരക്ഷാ ക്രമീകരണം കൂടെ നടത്തുകയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ക്രിസ്റ്റീന, കഴിഞ്ഞ 20 വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 50,000-ത്തിലധികം പേരെങ്കിലും മുംബൈയിൽ നിന്ന് സബർബൻ ട്രെയിനുകളിൽ നിന്ന് വീണ് മരിച്ചിട്ടുണ്ട് എന്നതാണ് ഔദ്യോഗികമായുള്ള കണക്കുകൾ. പലപ്പോഴും ഓരോ ദിവസവും 5-6 പേരെങ്കിലും മരിക്കുന്ന സാഹചര്യം പോലും ഉണ്ട്. ഇന്നലെ ഒരൊറ്റ സംഭവത്തിലാണ് 5 പേരുടെ മരണമുണ്ടാകുന്നു, 6 പേർക്ക് പരിക്കേൽക്കുന്നു. അത്തരമൊരു ദാരുണമായൊരു സാഹചര്യം. ഈ സമയത്താണ് ഈ ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ
കാര്യമായ കൂടിയാലോചനകൾ റെയിൽവേ ബോർഡും റെയിൽവേ മന്ത്രാലയവും ഇന്നലെ നടത്തിയത്. അതിൻ്റെ ഒരു തീരുമാനം എന്ന വണ്ണമാണ് ഈ സബർബൻ ട്രെയിനുകളിൽ ഓട്ടോമാറ്റിക് ഡോർ സംവിധാനം വേണം എന്നുള്ള നിലപാടെടുത്തത്. ഇപ്പോൾ വാതിലുണ്ടെങ്കിലും അതെപ്പോഴും തുറന്ന അവസ്ഥയിൽ തന്നെയാണ്. അതിന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം വെന്റിലേഷൻ പ്രശ്നമാണ്. ഉള്ളിൽ ആളുകൾ ശ്വാസം മുട്ടി ഇത്രയധികം തിരക്കിൽ ആളുകൾ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ അവർക്ക് ആ തരത്തിലുള്ള ബുദ്ധിമുട്ട് കൂടി ഉണ്ടാകുമെന്ന് കണക്കാക്കിയാണ് ഇപ്പോൾ വാതിലുകൾ പൂർണ്ണമായി തന്നെ എല്ലാ സമയത്തും തുറന്നു തന്നെ കാണുന്നത്. AC ലോക്കൽ ട്രെയിനുകൾ മാത്രമാണ് ഈ ഓട്ടോമാറ്റിക് ഡോർ സംവിധാനം ഉള്ളത്. എന്നാൽ ഇനി മുതൽ എല്ലാ ട്രെയിനുകളിലും ഈ തരത്തിൽ ഓട്ടോമാറ്റിക് ഡോർ സംവിധാനം വരുത്താം. ആ തരത്തിലുള്ള ഒരു മാറ്റം ട്രെയിനുകളിൽ കൊണ്ടുവരും എന്നതാണ് തീരുമാനിച്ചിട്ടുള്ളത്. നവംബറിൽ അത്തരം ട്രെയിനുകൾ എത്തും. അതിന്റെ പരിശോധനകൾ കഴിഞ്ഞ് ജനുവരിയോടെ സുരക്ഷ ശക്തമാക്കുന്നതിനായി മുംബൈയിലെ സബർബൻ ട്രെയിനുകൾ കൂടുതൽ കരുത്തേറ്റുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന്. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.